ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺ ദ ലിറ്റിൽ വേൾഡ്. ഇന്നൊരു സിമ്പിൾ ചിക്കൻ റൈസ് റെസിപ്പിയുമായാണ് ഞാൻ വന്നിട്ടുള്ളത്. വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഈസിയായി ചെയ്യാൻ പറ്റിയ ഈസി ചിക്കൻ റൈസ് റെസിപ്പി. ഒരു അടി കട്ടിയുള്ള പാത്രം ഗ്യാസിൽ വെച്ച് ചൂടാകുമ്പോൾ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 3 ചെറിയ പീസ് പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 ബേ ലീഫ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 2 മീഡിയം സൈസ് സവാള ചേർത്ത് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റുക. ആറ് വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ റൈസിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ വറ്റൽമുളക് ചേർക്കുന്നത്. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഈ സവാളയും നന്നായിട്ട് വഴണ്ട് വരും. വലിയ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 500 ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഉടയാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ബിരിയാണി മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല എല്ലായിടവും ആകുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നമുക്ക് വേവിക്കാം. ചിക്കനിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. മിനിറ്റിന് ശേഷം 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിക്കാം. ഇവിടെ ചിക്കൻ 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർക്കാം. 2 കപ്പ് വീനസ് റൈസ് കഴുകി അരമണിക്കൂർ കുതിർത്തി വെള്ളം കളഞ്ഞെടുത്ത റൈസാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മസാല റൈസിലേക്ക് ആകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരി അളന്ന കപ്പിൽ 5 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വയ്ക്കാം. ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. ഇവിടെ വെള്ളം നല്ല തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരമുറി നാരങ്ങ നീര് പിഴിഞ്ഞ് വീഴ്ത്തി കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കുക. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ എനിക്ക് ഉപ്പ് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 25 മിനിറ്റ് വേവിക്കാം. ഇവിടെ റൈസ് ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് മല്ലിയിലയും ചേർത്ത് 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. നമ്മൾ ചേർത്ത നെയ്യൊക്കെ റൈസുമായി ഒന്ന് മിക്സ് ആകുന്നതിന് വേണ്ടിയാണ്. ഇവിടെ വെള്ളം വറ്റി പാകത്തിന് നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്. ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഈസി ആയിട്ടുള്ള ചിക്കൻ റൈസ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ എൻ്റെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.